ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു കസ്റ്റമറിനെ കുറച്ച് ഫോട്ടോസ് ഇട്ട് കൊടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം അമ്മ ഒരു ചെറിയ തുണിക്കട ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഫോട്ടോസ് എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കണം വാട്സാപ്പിൽ. അപ്പോൾ അവരെ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഫോട്ടോ അത്ര ക്ലാരിറ്റിയോട് എടുക്കാനൊന്നും അത്ര അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നെ വിളിച്ച്. അങ്ങനെ എനിക്ക് ഫ്രീ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു കൊടുത്തു. അപ്പം ഇതാണ് അമ്മയുടെ തുണിക്കട. നമ്മുടെ പ്രായമോട് എന്ന് പറയും, അടുത്ത ജംഗ്ഷനിലാണ്. അപ്പം ഞാനവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പീക്കിരിയും കാത്തൂനെയും ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കാത്തൂൻ്റെ ചെവിയിൽ ഒരു ചെറിയൊരു പിടിച്ചു വെച്ച് നോക്കാൻ പറ്റുന്നില്ല. ഫുഡിൻ്റെ സമയമായതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഫുഡ് കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി ഒന്ന് ചെറുതായിട്ട് കാണാൻ കിട്ടിയത്. അതിൻ്റെ ചെവിയിൽ ഒരു ചെറിയൊരു പുണ്ണ് വന്നിട്ട്, പക്ഷെ ഇന്നാണ് നമ്മൾ പുണ്ണും കാണുന്നത്. അതിൻ്റെ ഉണങ്ങിപ്പോയിരിക്കുന്നു. അത് ഡോക്ടറിനെ ഇന്ന് കാണിക്കണമോ വേണ്ടേ എന്നാലോചിച്ച് അങ്ങനെ നിന്ന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, നോക്കട്ടെ. വല്ലതും പ്രശ്നം വരികയാണെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ഒരു ലൈറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പഴയ ലൈറ്റർ. അതിൻ്റെ സ്ഥിതി കണ്ടല്ലോ. ഫോക്കസ് ചെയ്യാൻ മാക്സിമം നോക്കി, നടന്നില്ല. അതിൻ്റെ തുമ്പ് കണ്ടാൽ അറിയാം. എത്ര വർഷമായെന്ന് അറിഞ്ഞുകൂടാ. അമ്മ കത്താത്തപ്പോഴൊക്കെ എടുത്തിട്ട് അടിച്ചടിച്ചാണ് ഇങ്ങനെ ആയത്. അതുകൊണ്ട് പിന്നെ പുതിയത് ഓർഡർ ചെയ്തു. ഇതിപ്പം ഒരുവിധം കത്തുന്നുണ്ട്, പക്ഷെ എന്നാലും ബട്ടൺസിനൊക്കെ പ്രോബ്ലം. പുതിയത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. 2 150 രൂപയേ ഉള്ളൂ. പിന്നെ ഓരോന്നിന് 2 വർഷം വാറണ്ടി വെച്ചെന്തോ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ 2 ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് 2 കൂടെ ചേർത്ത് 2 വർഷം വാറണ്ടിയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ അവിടെ വിശാലമായിട്ട് കിടക്കണുണ്ട്. അങ്ങനെ ഞാൻ ഒളിച്ചപ്പോൾ ഒരു വീഡിയോ എടുത്തു. ഇവിടുത്തെ കണ്ടം പൂച്ചയുടെ പ്രൂഫാണ്. നിറയെ പൂച്ചകളുണ്ട്, പക്ഷേ ഇതൊരു പെൺപൂച്ചയാണ്, തള്ളപ്പൂച്ച. ചിലപ്പോഴൊക്കെ നമ്മളെ വീട്ടിനകത്ത് ഒളിച്ച് കയറി വന്ന് കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അവസാനം കാണാൻ പോലും വൈകിട്ടുണ്ട്. അവസാനം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ഓട്ടിക്കാനും നിൽക്കില്ല. പക്ഷെ അത് നമ്മളെ കണ്ടാൽ പിന്നെ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടി വേറെ ഏതെങ്കിലും വീട്ടോട്ട് മാറും. എന്നിട്ട് ഈ ബിൽഡിങ് ചിലപ്പോഴൊക്കെ ഒഴിഞ്ഞ് കിടക്കും. അവിടെയാണ് സുഖമായിട്ട് വന്ന് കിടക്കണം വിശാലമായിട്ട്. പിന്നെ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാത്തൂനെയും പീക്കിരിയും നാളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് രണ്ടും കിടന്ന് വിളിയായിരുന്നു, കാത്തൂൻ പീക്കിരിയും. അപ്പോഴും ഈ പൂച്ച അവിടെ വന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ വന്ന് നമ്മളെ ഈ പൂച്ചകളെന്തോ ഉപദ്രവിക്കുന്ന പോലെയാണ് ആയിരുന്നു ഇതിൻ്റെ ബിഹേവിയർ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ കാത്തൂൻ പീക്കിരിയുടെ അടുത്തൊക്കെ കളിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ലപോലെ മഴ പെയ്തു. മഴയുടെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഒരു വൈകുന്നേരം ഇരുട്ട് സമയമൊക്കെ ആയപ്പോഴാണ് മഴ പെയ്തത്. നിറയെ നേരം മഴ പെയ്തു. നല്ലപോലെ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ എഡിറ്റിംഗ് തുടങ്ങി. എഡിറ്റ് ചെയ്ത് ഏകദേശം പകുതിയായി തീരാറായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഫുഡ് കൊണ്ടുവന്നു അച്ചു. അപ്പോഴേ അതിൽ കഴിച്ചായിരുന്നു എഡിറ്റിംഗ്. കഴിച്ചപ്പോഴത്തേക്കും നല്ല ഇഷ്ടപ്പെട്ട് നമ്മളെ കത്തിരിക്ക ഫ്രൈ. അവൾ പണ്ടൊരു പ്രാവശ്യം വീഡിയോയും ചെയ്തിട്ടുണ്ട് കത്തിരിക്ക ഫ്രൈ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്.